പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പിതാവേ, അങ്ങയുടെ മക്കളായ ഞങ്ങളെ അനന്തമായി സ്നേഹിച്ചുകൊണ്ട് അങ്ങയുടെ രക്ഷയിലേക്കും വലിയ സമാധാനത്തിലേക്ക് നയിക്കുന്ന അങ്ങയുടെ വലിയ സ്നേഹപാരമ്യത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അവനിൽ വിശ്വസിക്കുന്ന ആരും നശിച്ചു പോകാതെ രക്ഷ പ്രാപിക്കുന്നതിനു വേണ്ടി പിതാവായ ദൈവമേ, അങ്ങയുടെ ഏകജാതനെ നൽകാൻ തക്കവിധം ഞങ്ങളെ അവിടുന്ന് അത്രമാത്രം സ്നേഹിച്ചല്ലോ. ഞങ്ങൾ ആരും നശിച്ചു പോകരുതെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞങ്ങൾക്ക് നൽകുന്ന രക്ഷകനാകുന്ന യേശുവിനെ, ഈശോ കുരിശിൽ പൂർത്തീകരിച്ച രക്ഷാകര പ്രവൃത്തികളെ, രക്ഷാകര രഹസ്യങ്ങളെ തിരിച്ചറിവോടും യോഗ്യതയോടും കൂടി സ്വീകരിക്കുവാൻ ഞങ്ങൾക്ക് ഇടയാക്കണമേ. അതിനുവേണ്ടി അങ്ങ് ഞങ്ങൾക്കായി ഒരുക്കി തന്നിരിക്കുന്ന കടങ്ങളുടെ പൊറുതിക്കായി എന്നുള്ള ഈ ശുശ്രൂഷയെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇതിൽ പങ്കുചേരുന്ന എല്ലാ മക്കളെയും, എല്ലാ കുടുംബങ്ങളെയും, എല്ലാ വൈദികരെയും, എല്ലാ സന്യസ്തരെയും, എല്ലാ മക്കളെയും സമർത്ഥമായി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഞങ്ങളിലേക്ക് വന്ന് നിറയണമേ. രക്ഷാകര രഹസ്യങ്ങൾ മനസ്സിലാക്കാൻ ദൈവിക ജ്ഞാനത്താലും സ്വർഗത്തിന്റെ ചൈതന്യത്താലും സ്വർഗത്തിന്റെ സഹായത്താലും എല്ലാ മക്കളെയും നിറയ്ക്കണമേ. കടങ്ങളുടെ പൊറുതി, പാപങ്ങളുടെ മോചനം എല്ലാം പ്രാപിച്ചുകൊണ്ട് യഥാർത്ഥമായ രക്ഷ കൈവരിക്കുവാൻ ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും ഞങ്ങളുടെ നാടിനും ലോകം മുഴുവനും ഇടയാകുവാൻ ഈ ശുശ്രൂഷ കാരണമായിട്ട് മാറട്ടെ. അതിനുവേണ്ട സ്വർഗത്തിന്റെ സഹായവും വെളിപ്പെടുത്തലുകളും അഭിഷേകവും ആരോഗ്യവും ശക്തിയും എല്ലാം നൽകി ഞങ്ങൾ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ മക്കളെയും തിരുസ്ഥാനത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് അങ്ങയുടെ നാമത്തിൽ, അങ്ങയുടെ പൗരോഹിത്യ അധികാരത്തിൽ ഞാൻ ഈ മക്കളെല്ലാവരെയും അനുഗ്രഹിച്ച് ആശീർവദിക്കുന്നു. കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും വിശുദ്ധ കുരിശിനാൽ മുദ്രിതമാക്കപ്പെട്ട സംരക്ഷണവും നൽകി ദൈവമായ കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മള് ഒരു പുതിയ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. കടങ്ങളുടെ പൊറുതിക്കായി. കടങ്ങൾ, അതുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി അവസ്ഥകള്, ആധിപത്യങ്ങള്, ബാധ്യതകൾ. നമുക്കറിയാം, കടന്നു പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ പോകുമ്പോൾ അതിലൊരു കടം വരും. ഇപ്പൊ നമ്മള് ഉത്തരിപ്പ് കടങ്ങൾ എന്നൊക്കെ പറയാറുണ്ട്. മാതാപിതാക്കൾ നോക്കേണ്ട പോലെ നോക്കാതിരുന്നാൽ, ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരുന്നാൽ, പ്രിയപ്പെട്ടവരെ, നമുക്ക് കടപ്പെട്ടിരിക്കുന്നവ നമ്മൾ ചെയ്യാതിരുന്നാൽ അത് കടമായിട്ട് മാറും. ഇപ്പൊ നമ്മളൊരു നേർച്ച നേർന്നു, അത് നമ്മുടെ കടപ്പാടാണ്, അത് വീട്ടണം എന്നുള്ളത്. നേർച്ച വീട്ടണം, അല്ലെങ്കിൽ അത് കടമായിട്ട് കിടക്കും. അപ്പോ ഇതുപോലെ നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കുമ്പോൾ അത് കടമായിട്ട് കടക്കും. അവിടെ തന്നെ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്താൽ അതും കടമായിട്ട് കിടക്കും. ആത്മീയമായിട്ട് നമ്മൾ കടന്നു വരുമ്പോ നമ്മുടെ കർത്താവ് നമ്മോട് ചെയ്യാൻ പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട്. അത് നമ്മൾ ചെയ്യാതിരുന്നാൽ അതിന്റെ കടങ്ങള്, എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തില്, കുടുംബത്തില്, വീട്ടില്, ബിസിനസ്സില്, ജോലിയില്, പൗരോഹിത്യത്തില്, സഭയില്, സന്യാസ ജീവിതത്തില്, സകലമാന മേഖലകളിലും ഈ ലോകം മുഴുവനിലും അതിന്റെ കടം കിടക്കണം. ഇനി ദൈവം ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്താൽ അതിന്റെ കടങ്ങൾ നമ്മുടെ കുടുംബത്തിലും ലോകം മുഴുവനിലും ഇതുപോലെ തന്നെ കിടക്കും. ഈ കടങ്ങളുടെ മേഖല വിശദമായി കണ്ട് മനസ്സിലാക്കി നമ്മുടെ കുടുംബത്തില്, ജീവിതത്തില്, പൗരോഹിത്യത്തില്, സഭയില്, ലോകം മുഴുവനിലും കുമിഞ്ഞു കൂടിക്കിടക്കുന്ന കടങ്ങൾ നമ്മൾ മനസ്സിലാക്കി കണ്ടെത്തി അതിന് പരിഹാരം ചെയ്യണം. ആ കടം വീട്ടണം. ഏറ്റവും പ്രത്യേകിച്ചും നമ്മൾ ആരംഭിക്കുന്നത് നമ്മുടെ വ്യക്തി ജീവിതത്തിലെ കടങ്ങൾ. അതായത് ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, എന്നോട് ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യങ്ങളുണ്ട്, ദൈവം പറഞ്ഞ കാര്യങ്ങൾ. ഒരു വൈദികൻ എന്ന നിലയിൽ എൻ്റെ സന്യാസ ജീവിതത്തില് ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. ഞാൻ എടുത്ത വ്രതങ്ങള്, എൻ്റെ ഉത്തരവാദിത്വങ്ങള്, എൻ്റെ പൗരോഹിത്യ ധർമ്മം, അത് ഞാൻ ചെയ്യാതിരുന്നാൽ അതിന്റെ കടം എനിക്കുണ്ടാവും.
ഇനി ചെയ്യാൻ പാടില്ലാത്തത് ചെയ്താൽ അതിന്റെ കടം ഉണ്ടാവും എന്ന് പറഞ്ഞ പോലെ നമ്മുടെയൊക്കെ വ്യക്തി ജീവിതങ്ങളെ പരിശോധിക്കണം. ദൈവം പറഞ്ഞ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ? ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ? എന്റെ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോ ദൈവത്തിന്റെ കൽപ്പനകൾ, ദൈവത്തിന്റെ വചനം, നമ്മുടെ ജീവിത അന്തസ്സുമായിട്ട് ബന്ധപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ. ഒരു ഉദാഹരണം പറയാം. വിവാഹ ജീവിതം ജീവിക്കുന്ന നിങ്ങളോട് ദൈവം പറഞ്ഞു, ഇനിമേൽ നിങ്ങൾ രണ്ടല്ല ഒറ്റ ശരീരം ആകുന്നു, ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്തരുത്. ചെയ്യാൻ പറഞ്ഞു, ചെയ്യരുതെന്നും പറഞ്ഞു. എന്താണ്? ഒറ്റ ശരീരം പോലെ ജീവിക്കണം, ചെയ്യാൻ പറഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ അതിനടിസ്ഥാനമിട്ടാണ് നിങ്ങൾ ബൈബിളെ തൊട്ട് ഒരു പ്രതിജ്ഞ ചെയ്യുന്നത്. ആ പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുമ്പോ സാധാരണ എൻ്റെ ഹൃദയമൊക്കെ ഒന്ന് തേങ്ങാറുണ്ട്, പടയ്ക്കാറുണ്ട്. കാരണം ബൈബിളെ തൊട്ട് ഈ മക്കൾ പറയാ, ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും ഏക മനസ്സോടെ ജീവിച്ചോളാം, ചെയ്തോളാന്ന് പറഞ്ഞേക്ക. ഇനി അത് ചെയ്തില്ലെങ്കിൽ അതിന്റെ കടം നിങ്ങളുടെ കുടുംബജീവിതത്തില്, അത് കടമായിട്ട് വരുമ്പോ മക്കളില്, നിങ്ങളുടെ ജോലിയില്, ബിസിനസ്സില്, എല്ലാത്തിലും ആ കടത്തിന്റെ ബാധ്യതകൾ, ഇതൊക്കെ നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. നമ്മുടെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഓരോ പ്രവൃത്തിക്കും അതിൻ്റെതായ അനന്തര ഭവനങ്ങളുണ്ട്, കടങ്ങളുണ്ട്. ഈ കടങ്ങളുടെ മേഖല നമ്മൾ ഇനി അങ്ങോട്ട് മനസ്സിലാക്കാൻ തുടങ്ങുമ്പോൾ വിശാലമായൊരു മേഖലയുണ്ട്. ഒരു ഉദാഹരണം പറയാം. ഒരപ്പൻ ഒരു മകനെ ശപിച്ചു, ഒരു സഹോദരിയെ ശപിച്ചു നിർത്തോ. പറയാൻ പാടില്ലാത്ത വാക്ക് പറഞ്ഞാൽ അതിന്റെ കടം ആ കുടുംബത്തിൽ കിടക്കും. അങ്ങനെ ഓരോ കാര്യം മാതാപിതാക്കൾ ശപിക്കുന്നു, മക്കൾ ശപിക്കുന്നു, സഹോദരങ്ങള് ശപിക്കുന്നു. അത് നമ്മൾ പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞാൽ അത് കട. ഇനി പറയേണ്ട കാര്യങ്ങളുണ്ട്. മോനെ, ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ, ദൈവത്തിന്റെ അനുഗ്രഹമാണ് നീ, ദൈവം നിന്റെ കൂടെയുണ്ട്, അത് പറയണം. അത് പറയാതിരുന്നാലും അതും കടമായിട്ട് മാറും. അങ്ങനെ എടുത്തു നോക്കുമ്പോ കടങ്ങളുടെ ഒരു വലിയ മേഖല നമ്മുടെ ജീവിതത്തിലുണ്ട്. ഇന്ന് നമ്മുടെ മക്കള് വഴുതെറ്റി പോയിട്ടുണ്ടെങ്കിൽ, നമ്മുടെ കുടുംബങ്ങള് തകർന്നിട്ടുണ്ടെങ്കിൽ, നമ്മുടെ പല പല ജോലികള്, ബിസിനസ്സുകള്, ജീവിത പ്രശ്നങ്ങളൊക്കെ അതിശക്തമായി കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, ആ അടിസ്ഥാനത്തിലേക്ക് നമ്മൾ ആഴ്ന്നിറങ്ങുമ്പോ ഇതുപോലെ ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാത്തതിൻ്റെയും ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്തതിൻ്റെയും കടങ്ങളുണ്ട്. ഞാൻ ഒരു കാര്യം പറയാം. നമ്മള് മോനിക്ക പ്രയറില് മക്കളുമായിട്ട് ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങൾ കണ്ടു. ഞാൻ ഈ ദിവസങ്ങളിൽ ചിന്തിച്ചു പോയപ്പോ എൻ്റെ മനസ്സിലേക്ക് വന്ന വലിയൊരു മേഖലയുണ്ട്. എന്നറിയോ? ദൈവം ചെയ്യാൻ പറഞ്ഞ ഒരു വലിയ കാര്യം നമ്മുടെ കുടുംബത്തിൽ ചെയ്യാതെ പോയതിന്റെ കടങ്ങള് നമ്മുടെ മക്കളെ, തലമുറയെ, കുടുംബങ്ങളെ അതിശക്തമായി സ്വാധീനിച്ചിട്ടുണ്ട്. ഉൽപ്പത്തി 1:28 ജെറമിയ 29:6 ദൈവം പറഞ്ഞു, നിങ്ങൾ ഭൂമിയിൽ നിറഞ്ഞ് അതിനെ കീഴടക്കുവിൻ, സന്താന പുഷ്ടിയുള്ളവരായിട്ട് പെരുകുവിൻ. ജെറമിയ പ്രവാചകനോട് പറഞ്ഞു, നിങ്ങൾ വിവാഹം കഴിക്കി, നിങ്ങളുടെ മക്കളെയും വിവാഹം കഴിപ്പിക്കുവിൻ, നിങ്ങൾക്ക് മക്കൾ ഉണ്ടാകട്ടെ, നിങ്ങളുടെ സംഖ്യ കുറഞ്ഞു പോകരുത്, നിങ്ങൾ പെരുകണം. ദൈവം പറഞ്ഞ കാര്യമാണ് ചെയ്യാൻ. പക്ഷെ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബങ്ങളിൽ അത് ചെയ്തില്ല. തന്നിഷ്ടം പോലെ ഒന്നാക്കി രണ്ടാക്കി അവസാനിപ്പിച്ചു. മക്കളെ ജന്മം കൊടുക്കുന്നതില് സ്ത്രീകൾക്ക്, മാതാക്കൾക്ക് ബുദ്ധിമുട്ട്. ഒരു കാര്യം ഓർത്തോ, സ്ത്രീത്വത്തിന്റെ മഹത്വം മാതൃത്വമാണ്, മക്കളാണ്. ഇന്ന് വേണ്ടെന്ന് പറഞ്ഞ്, വിവാഹം പോലും വേണ്ടെന്ന് പറഞ്ഞ്, മക്കള് വേണ്ടെന്ന് പറഞ്ഞ് ജീവിക്കുമ്പോ ഒരു കാര്യം ഓർത്തോ, അതിന്റെ കടം. ഇന്ന് മക്കള്, ഞാൻ പറയും, എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ പറയാണ്ടോ, ഒരു 4-5 മക്കളുണ്ടെങ്കിൽ ആ കുടുംബത്തില് ഒരു പ്രത്യേക സ്നേഹം, ഒരു ഐക്യം, സ്വാർത്ഥതയില്ല, പങ്കുവയ്ക്കലുണ്ടാകും, ഒരു ക്ഷമയുണ്ടാകും. മാത്രമല്ല അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അറിയും, വീട്ടിലറിയും, സഹോദരങ്ങളറിയും. വ്യക്തിപരമായ മറ്റു ബന്ധങ്ങളോ കൂട്ടുകെട്ടുകളോ ഉണ്ടാവത്തില്ല. കാരണം ആ മക്കൾക്ക് വേണ്ട കൂട്ടും ബന്ധവും സൗഹൃദവും സ്നേഹവും ഈ സഹോദര ബന്ധത്തിൽ കിട്ടും. പ്രൈവസി ഇല്ല. ഇന്ന് പണ്ടൊക്കെ ഒരു മുറിയില് ഒരു പായയില് 3-4 എണ്ണം ഉണ്ടാവും.
പ്രൈവസി ഇല്ല. ഇന്ന് ഓരോരുത്തർക്കും ഓരോ മുറി, മൊബൈലും. പിന്നെ അവർ വേറെ ലോകത്താ. മക്കൾ കൂടുതൽ ജനിച്ചിരുന്നെങ്കിൽ, നമ്മുടെ കുടുംബത്തിൽ കുറെ മക്കൾ ഉണ്ടായിരുന്നെങ്കിൽ, അവരൊരുമിച്ച് ഒരു മുറിയിൽ ജീവിച്ച് വളർന്നിരുന്നെങ്കിൽ ഇന്നുള്ള പല പ്രശ്നങ്ങളും, മറ്റു പല ബന്ധങ്ങളും, മറ്റു പല ദുശീലങ്ങളും നമ്മുടെ കുടുംബത്തിൽ മക്കളിൽ ഉണ്ടാകുമായിരുന്നില്ല. അതുകൊണ്ട് മക്കൾ ഉണ്ടാകണം എന്ന് പറഞ്ഞത് അനുസരിക്കാത്തതിന്റെ കടങ്ങൾ ഇന്ന് നമ്മുടെ കുടുംബത്തിലും നമ്മുടെ മക്കളിലും തലമുറകളിലും ഉണ്ട്. അതുപോലെ തന്നെ ദൈവത്തോട് ചേർന്ന് ജീവിക്കണം. മദ്യപിക്കരുത്, വ്യഭിചരിക്കരുത്, ഒത്തിരി കാര്യങ്ങൾ. അങ്ങനെ നമ്മൾ ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ നമ്മുടെ കുടുംബങ്ങളെ പരിശോധിച്ച്, ജീവിതങ്ങളെ പരിശോധിച്ച്, ഇനി മാത്രമല്ല നമ്മുടെ പാരമ്പര്യത്തെ പരിശോധിക്കണം. ചില പൂർവികര് ചിലത് ചെയ്തു വെച്ചു, ചെയ്യാതെ പോയി. അതിന്റെയൊക്കെ കടങ്ങള് നമ്മുടെ കുടുംബങ്ങളിൽ കിടക്കുന്നുണ്ട്. ശരിക്കും ധ്യാനിക്കേണ്ട മേഖലയാണ് ആ കടങ്ങളൊക്കെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബത്തെ, നമ്മുടെ തലമുറയെ, നമ്മുടെ മക്കളെ, നമ്മുടെ ബിസിനസ്സിനെ, ജോലിയെ, മക്കളുടെ പഠനത്തെ, കുടുംബ ജീവിതത്തെ ഒക്കെ ഒത്തിരിയേറെ സ്വാധീനിക്കുന്ന കടങ്ങളാണ്. അത് വീട്ടണം. കടമുണ്ടെങ്കിൽ വീട്ടണം. ഇനി മാത്രമല്ല, ഈ കടങ്ങളിലൂടെ പിശാചിന് നമ്മുടെ മേലൊക്കെ അവകാശം കിട്ടും. നമ്മുടെ ആദ്യ മാതാപിതാക്കള് ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യം ചെയ്തും, ചെയ്യാൻ പറഞ്ഞ കാര്യം ചെയ്യാതെയും പാപം ചെയ്തപ്പോ പിശാചിന് അവരുടെ മേൽ അവകാശം കിട്ടി. മാനവ കുലത്തിന്റെ മേൽ. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 407 ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. ആദ്യ മാതാപിതാക്കളുടെ പാപത്തിലൂടെ പിശാചിന് മാനവ കുലത്തിന്റെ മേൽ ഒരു തരം ആധിപത്യം കിട്ടി. പറയാ, മരണ സംസ്കാരത്തിന്റെ ഉടയവനാകുന്ന പിശാചിന്റെ പിടിയിൽ അമർന്നു പോയ ആധിപത്യം. അതുകൊണ്ട് പിശാച് ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായത്തില് ഈശോയോട് പറയാ, ഇതെല്ലാം കാണിച്ചോട്ട് പറയാ, ഇതെല്ലാം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഈ ഭൂമിയും അതിന്റെ സമ്പത്ത്, സർവമഹത്വവും കാണിച്ചു കൊടുത്തിട്ട് ഈശോയോട് പറയാ, ഇതെല്ലാം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. പിശാചിന് കടപ്പെട്ടു. ഓരോ പ്രമാണ ലംഘനങ്ങളും, ചെയ്യാൻ പറഞ്ഞ കാര്യം ചെയ്യാതിരിക്കുമ്പോഴും നമ്മൾ പിശാചിന് കടപ്പെടുകയാണ്. അവന്റെ ആധിപത്യം. ഇതൊക്കെ നമ്മൾ ശരിക്കും മനസ്സിലാക്കണം മക്കളെ. ഇന്ന് പലപ്പോഴും നമ്മളൊരു പ്രശ്നം കാണുമ്പോൾ ആ പ്രശ്നത്തിന്റെ പിന്നാലെ, ഒരു കാരണം കാണുമ്പോൾ ആ കാരണത്തിന്റെ പിന്നാലെ പോവാ. ഈ കാരണത്തിന്റെ പിന്നിലുള്ള കാരണം എന്താ? എന്തുകൊണ്ടുണ്ടായി ഈ കൊച്ചങ്ങനെ ഇങ്ങനെ പോയി? എന്തുകൊണ്ടാ കുടുംബത്തിൽ ഗതി വന്നേ? അതിന്റെ പിന്നിലൊക്കെ നമ്മെ സ്വാധീനിക്കുന്ന വലിയൊരു മേഖലയാണ് മക്കളെ കടങ്ങൾ. കടങ്ങൾ കടങ്ങൾ ശരിക്കും നമ്മൾ കാണണം. പിന്നെ നമ്മൾ ഈ കടങ്ങളുടെ മേഖലകളിലൂടെ കടന്നു പോയിട്ട് അതിൽ നിന്ന് ഒരു മോചനം, ഒരു കടം വീട്ടുന്ന ഒരു രക്ഷാകര പ്രവൃത്തി നമ്മൾ സ്വന്തമാക്കണം. അതിനു വേണ്ടിയാണ് ഈ ശുശ്രൂഷ ആരംഭിക്കുന്നത്. കടങ്ങളുടെ പൂർത്തിക്കായി. എന്താണത്? അതാണ് മക്കളെ ഈശോ കുരിശിൽ പൂർത്തീകരിച്ച രക്ഷാകര പ്രവൃത്തി. അതായത് ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് അവസാനം പറഞ്ഞു, എന്താ പറഞ്ഞേ? എല്ലാം പൂർത്തിയായിരിക്കുന്നു. അതായത് ഇറ്റ് ഈസ് ഫിനിഷ്ഡ് എന്ന് പറയും. ഇറ്റ് ഈസ് ഫിനിഷ്ഡ്, തീർന്നിരിക്കുന്നു. എന്താണെന്നറിയോ? ഈശോ നമ്മുടെ കടങ്ങൾ പൂർത്തീകരിച്ചു. ഒരു ഉദാഹരണത്തിന്, നമുക്കൊരു ബാങ്കില് ഒരു 2 ലക്ഷം രൂപ കടം ഉണ്ടെന്ന് ഓർത്തോ. ആ കടം നമുക്ക് പകരം ആരെങ്കിലും കൊടുത്ത് വീട്ടിയിട്ട് പറയാം, അത് കഴിഞ്ഞുട്ടോ, ഇറ്റ് ഈസ് ഫിനിഷ്ഡ് എന്ന് പറഞ്ഞ പോലെയാണ് നമ്മുടെ കടങ്ങള്. ഈശോ കുരിശിൽ ചെയ്ത പ്രവൃത്തിയിലൂടെ കടങ്ങൾ വീട്ടി. ഇനി നമ്മൾ ചിന്തിക്കേണ്ട വിഷയം, ഈശോ കുരിശിൽ എന്തൊക്കെയാ ചെയ്ത? 5 കാര്യങ്ങളാണ് ഈശോ കുരിശിൽ നമുക്ക് വേണ്ടി, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ചെയ്ത പ്രവൃത്തി. ഈ രക്ഷാകരമായ രഹസ്യങ്ങൾ നമ്മൾ അറിഞ്ഞ് നമ്മൾ ചെയ്യണം. നമ്മൾ വിശുദ്ധ കുർബാനയിൽ പലവട്ടം പറയുന്ന കാര്യമുണ്ട്. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ മായ്ച്ചു കളയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്, കഴുകി കളയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കൈ കഴുകിക്കൊണ്ടാണ് കാഴ്ച വസ്തുക്കൾ സമർപ്പിച്ചുകൊണ്ട് വിശുദ്ധ കുർബാനയിലേക്ക് നമ്മൾ ശരിക്കും പ്രവേശിക്കുന്നത്. അതിനുശേഷം ആ കുദാശ വചനം കഴിയുമ്പോൾ പറയുന്നുണ്ട്, അവിടെ നമ്മുടെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. കടങ്ങളുടെ പൊറുതി, പാപങ്ങളുടെ മോചനം. വീണ്ടും നമ്മൾ അവസാനം വിശുദ്ധ കുർബാനയ്ക്കിടയിൽ പല സ്ഥലത്തും കടങ്ങളുടെ മോചനം നമ്മൾ
അനുതാപ ശുശ്രൂഷ സമയത്ത് ഒരു പാട്ട് പാടില്ലേ? അപരാധങ്ങൾ നീക്കണമേ, പാപകടങ്ങൾ മായ്ക്കണമേ. പാപകടങ്ങൾ, പാപത്തിന്റെ കടങ്ങൾ മായ്ക്കണമേ. അവസാനം നമ്മൾ പ്രാർത്ഥിക്കും, വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി, നമ്മുടെ കർത്താവിന്റെ കബറിടമേ സ്വസ്തി. അങ്ങ് ഞങ്ങൾ സ്വീകരിച്ച കുർബാന കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും കേട്ടോ, കടങ്ങളുടെ പൊറുതി. അപ്പൊ വിശുദ്ധ കുർബാനയില്, വിശുദ്ധ കുരിശില് കർത്താവ് ചെയ്ത വലിയ ഒരു പ്രവൃത്തിയാണ്. കടങ്ങൾ വീട്ടി എല്ലാം പൂർത്തിയാക്കി. അതിനുവേണ്ടി യേശു ചെയ്ത കാര്യങ്ങൾ എന്താ മക്കളെ? 1 പത്രോസ് 2:24 പലവട്ടം അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ഈ വചനം. എന്താണ്? അവൻ നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് കുരിശിലേക്ക് കയറി. അത് നാം പാപത്തിന് മരിക്കണം, നീതിക്കായി ജീവിക്കണം, അതിനുവേണ്ടിയാണ്. അപ്പൊ ഈശോ ഈ കടങ്ങൾ ഉണ്ടാകാനുള്ള കാരണം എന്താണ്? പാപങ്ങൾ, ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാത്തതിന്റെ കടങ്ങള്, ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്തതിന്റെ കടങ്ങൾ, ആ പാപ പ്രവൃത്തിയിലൂടെ വന്ന കടങ്ങൾ. ഈശോ ആ പാപങ്ങൾ ഏറ്റെടുത്തു. ഈശോ ഏറ്റെടുത്തു ആ കടങ്ങൾ, ഈശോ ഏറ്റെടുത്തു. അത് വീട്ടാൻ വേണ്ടി ഈശോ രക്തം ചിന്താതെ, പാപപരിഹാരം ഇല്ലെന്ന നിയമത്തിന് അധീനനായി ഹെബ്രായർ 9:22 രക്തം ചിന്താതെ പാപപരിഹാരമില്ല. ഈശോയുടെ രക്തം ചിന്തി. വീണ്ടും ശാപങ്ങള് ഓർക്കണം. ഈ പാപത്തിന് കടങ്ങളുണ്ട്, അതുമായി ബന്ധപ്പെട്ട ശാപങ്ങളുണ്ട്. പിശാചിന് കടപ്പെടും, അവകാശം കിട്ടും, ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ഈ ശാപങ്ങൾ കർത്താവ് നീക്കുക. ഗലാത്യർ 3:10-13 നാം വായിക്കുന്നുണ്ട്. നിയമഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നവ അനുസരിക്കാതെയും പാലിക്കാതെയും ഇരിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാണ്. എന്നാൽ ക്രിസ്തു നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് നിയമത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ രക്ഷിച്ചു, മോചിച്ചു. അപ്പൊ ക്രിസ്തു ചെയ്തു, ശാപം നീക്കി. ശപിക്കപ്പെട്ടവനെ പോലെ മരത്തിൽ തൂക്കപ്പെട്ടു. അവിടെ വീണ്ടും പറഞ്ഞത് എന്തെന്നാൽ മരത്തിൽ തൂക്കപ്പെട്ടവൻ ശപിക്കപ്പെട്ടവനാണ്. ഈ ശപിക്കപ്പെട്ട മരണം ഈശോ ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ ശാപങ്ങൾ നീക്കി. അതോടൊപ്പം തന്നെ കടങ്ങൾ വീട്ടി. ഈ പാപത്തിന്റെ കടങ്ങൾ അതെല്ലാം ഈശോ വീട്ടി. പാപത്തിന്റെ വേദനമായ മരണത്തെ ഈശോ സ്വന്തം മരണത്തിലൂടെ പരാജയപ്പെടുത്തി. അങ്ങനെ കുരിശിൽ എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ പാപത്തിന്റെ കടങ്ങളും ശാപങ്ങളും മരണത്തിന് നിയമങ്ങളും എല്ലാ അടിമത്തങ്ങളും എല്ലാ ബാധ്യതകളും കർത്താവ് ഏറ്റെടുത്തു. കൊളോസ്യോസ് 2:14 നമുക്ക് ദോഷകരമായി നിന്ന ലിഖിത നിയമങ്ങളെ അവിടുന്ന് മായ്ച്ചു കളയുകയും അവയെ കുരിശിൽ തറച്ച് നിഷ്കാസനം ചെയ്യുകയും അവയുടെ മേൽ ആധിപത്യങ്ങളുടെയും അധികാരികളുടെ മേൽ വിജയം വരിച്ച് അവയെ പരസ്യമായിട്ട് കുരിശിൽ കർത്താവ് അവഹേളന പാത്രമാക്കി. ഈ കുരിശിലെ മരണത്തിലൂടെ കർത്താവ് എല്ലാം വീട്ടി, എല്ലാത്തിൽ നിന്നും മോചിപ്പിച്ചു. ആധിപത്യങ്ങളെയും അധികാരങ്ങൾ എന്താണ്? പിശാചിന് ഈ കടത്തിലൂടെ ലഭിച്ച ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും ഈശോ നിർവീര്യമാക്കി, നിരായുധമാക്കി, അവസാനിപ്പിച്ചു. എന്നിട്ട് അവയുടെ മേൽ പരസ്യമായിട്ട് വിജയം ആഘോഷിച്ചുകൊണ്ട് അതിനെ അവഹേളന പാത്രമാക്കി. ഇതാണ് മക്കളെ കർത്താവ് കുരിശിൽ ചെയ്തത്. ഇത് നമ്മൾ ഈ ദിവസങ്ങളിൽ പരിപൂർണമായിട്ട് മനസ്സിലാക്കി സ്വന്തമാക്കണം. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറയും, നമ്മുടെ കുടുംബത്തിലെ ജീവിതത്തിലെ ഓരോരോ മേഖലകൾ കടന്നു വരുന്ന തടസ്സങ്ങള്, ബന്ധനങ്ങള്, കെട്ടുകള്, പൈശാചിക പീഡകള്, അവന്റെ പ്രവൃത്തികള്, ഇതിന്റെയൊക്കെ പിന്നിലുള്ള വലിയ കാരണം ഈ കടങ്ങളാണ്. കടങ്ങൾ നമ്മൾ ഇനി അങ്ങ് ധ്യാനിക്കുമ്പോ നമ്മൾ മനസ്സിലാക്കും കുമിഞ്ഞു കിടക്കുന്ന കടബാധ്യതകൾ. ആ കടത്തിന് ബാധ്യതപ്പെട്ടവൻ ആരാണ്? പിശാചിനാണ് കടപ്പെട്ടിരിക്കുന്നത്. അത് നമ്മൾ ബ്രേക്ക് ചെയ്യണം. ആ കടങ്ങളെ വീട്ടണം. അവന്റെ ആധിപത്യങ്ങളെ, അവന്റെ അധികാരങ്ങളെ അവസാനിപ്പിക്കണം. അതാണ് ഈശോ കുരിശിൽ ചെയ്ത പ്രവൃത്തി. ഈശോ കുരിശിൽ മരിച്ചതിന് ശേഷം വിജയത്തോടെ ഉയർത്തെഴുന്നേറ്റു. എന്നിട്ട് ശിഷ്യന്മാരെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, എന്താ പറഞ്ഞേ? മത്തായി 28:18 ഈശോ പറയാണ്, ആകാശത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. സാത്താൻ ലൂക്കാ 4 എന്താ പറഞ്ഞ്? എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. സാത്താൻ പറഞ്ഞു. ഈശോ അതെല്ലാം പിടിച്ചെടുത്തു. അങ്ങനെ പാപത്തെ നീക്കി, കടം വീട്ടി, ശാപത്തെ നീക്കി, മരണത്തെ പരാജയപ്പെടുത്തി. അങ്ങനെ ഈശോ അതെല്ലാം തിരിച്ചു പിടിച്ചിട്ട് പറയാ,
ആകാശത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഇതാണ് കുരിശിലെ ബലിയിലൂടെ കർത്താവ് നേടിയെടുത്ത വിജയം, രക്ഷ. ഈ രക്ഷാകരമായ ദിവ്യ രഹസ്യങ്ങളാണ് മക്കളെ വിശുദ്ധ കുർബാനയിൽ നമുക്ക് വേണ്ടി ദൈവം തരുന്നത്. നമ്മളിത് ശരിക്കും ധ്യാനിക്കണം. ഈ കടങ്ങളുടെ പ്രതിക്കായി ഈശോ ചെയ്ത പ്രവൃത്തികൾ, കടങ്ങളുടെ മേഖല, പാരമ്പര്യത്തില്, ഞാൻ പറയാണ് നമ്മുടെ സഭയില് ചെയ്യാൻ പറഞ്ഞ കാര്യം ചെയ്യാതെ പോയതിന്റെ, ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യം ചെയ്തതിന്റെ കടങ്ങൾ പൗരോഹിത്യത്തിലും സഭയിലും സന്യാസ ജീവിതത്തിലും സഭാ ശുശ്രൂഷകളിലും ഇടവകകളിലും കുമിഞ്ഞു കിടക്കുന്നുണ്ട്. ഇത് വീട്ടാത്തിടത്തോളം കാലം എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, പിശാചിന് നമ്മുടെ മേലും കുടുംബത്തിന്റെ മേലും സഭയുടെ മേലും, ഒപ്പം തന്നെ ഈ ലോകത്തിലേക്ക് നോക്കാൻ വേണ്ടല്ലോ. ഈ ലോകത്തില് ഇത് ആര് ചെയ്താലും, ഇപ്പൊ ക്രിസ്ത്യാനിക്ക് മാത്രമൊന്നുമല്ല, ഈ ലോകത്തില് ആര് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. കൊലപാതകം ചെയ്യാൻ പാടില്ല, വ്യഭിചരിക്കാൻ പാടില്ല, അതോടൊപ്പം തന്നെ മാതാപിതാക്കളെ ബഹുമാനിക്കണം. അങ്ങനെ ഒത്തിരി നിയമങ്ങളുണ്ട്, ദൈവിക നിയമങ്ങള്. അത് ലംഘിച്ചാൽ അതിന്റെ കടം കെടുക്കും. ഇന്ന് ലോകത്തിലേക്ക് നോക്കിക്കേ, തീവ്രവാദങ്ങള്, ഭീകര പ്രവർത്തനങ്ങള്, വ്യഭിചാരങ്ങള്, മ്ലേച്ഛമായ പാപങ്ങള്, അവിഹിത ബന്ധങ്ങള്, ഗർഭചിത്രങ്ങള്, ഗേ മാരേജ്, ലിവിങ് ടുഗദർ, ഇതിനൊക്കെ കടങ്ങളുണ്ട് മക്കളെ. ദൈവത്തെ ആരാധിക്കാതെ പിശാചിനെ ആരാധിക്കുന്നവര്, ഇതിന്റെയൊക്കെ കടങ്ങൾ 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 ഇങ്ങനെ കുമിഞ്ഞ് 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 കിടക്കുമ്പോ ഈ കടങ്ങളുടെ പൊറുതിക്കായിട്ട് ഈശോ അർപ്പിച്ച ബലി അതുപോലെ സ്വന്തമാക്കി കടങ്ങൾ വീട്ടണം. മണ്ണിന്റെ കടങ്ങള്, വീടിന്റെ കടങ്ങള്, പാരമ്പര്യത്തിന്റെ കടങ്ങള്, ഇതെല്ലാം പ്രിയപ്പെട്ട മക്കളെ നമ്മുടെ ജീവിതത്തെയും നമ്മുടെ മക്കളെയും നമ്മുടെ എല്ലാ വ്യാപാരങ്ങളെയും സ്വാധീനിക്കുന്നതാണ്. ഈ കടങ്ങൾ കുമിഞ്ഞു കൂടി കിടക്കുന്നത് കൊണ്ട് തന്നെ പിശാചിന് അധികാരം കിട്ടി, അവന് ആധിപത്യം കിട്ടി. അവൻ ഇന്ന് മനുഷ്യ മക്കളെ, കുടുംബങ്ങളെ തകർത്ത് കശക്കി എറിയുമ്പോ അതിൽ നിന്ന് മോചനം ഈ കർത്താവിന്റെ ബലിക്ക് മാത്രമാണ്. ഇതിനെ കുറിച്ചാണ് നമ്മൾ ഇനിയുള്ള ദിവസങ്ങളൊക്കെ പ്രാർത്ഥിക്കാനും ഓരോ മേഖലകളിൽ അതിൻ്റെയൊക്കെ കടങ്ങളുടെ പൊറുതിക്കായിട്ട് നമ്മൾ കരുണയ്ക്കായി യാചിക്കാനും കർത്താവിന്റെ പീഡാസഹനങ്ങളുടെ യോഗ്യത. അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങൾ ഈ മേഖലയിൽ നമ്മൾ ശക്തമായി പ്രാർത്ഥിക്കേണ്ട രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, വിശുദ്ധ കുർബാനയിൽ ഈ പാപത്തിന്റെ മോചനത്തിനും കടങ്ങളുടെ പൊറുതിക്കും വേണ്ടി നിയോഗം വെച്ച് ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കണം. അതിനുവേണ്ടി കുമ്പസാരിക്കണം, പാപങ്ങളെ വിട്ടുപേക്ഷിക്കണം. രണ്ട് ബലിയില് കർത്താവിന്റെ കരുണയ്ക്ക് പ്രാർത്ഥന. അതോടൊപ്പം തന്നെ രണ്ടാമത്തെ കാര്യമാണ് കരുണയുടെ ജപമാല. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച്, പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. എന്താണ് കരുണ? ഈശോ കുരിശിൽ പൂർത്തീകരിച്ച ഈ 5 കാര്യങ്ങൾ, പാപത്തെ, ശാപത്തെ, മരണത്തെ, കടങ്ങളെ, സാത്താനെ പരാജയപ്പെടുത്തിയ, എല്ലാം പൂർത്തിയാക്കിയ ഈ രക്ഷാകര രഹസ്യങ്ങൾ ഈ ലോകം മുഴുവനിലും സംഭവിക്കണം. അതുകൊണ്ട് ഈശോ വിശുദ്ധ ഫൗസ്റ്റ്യനായോട് പറഞ്ഞ്, മനുഷ്യവംശം, മനുഷ്യവർഗം, ക്രിസ്ത്യാനി മാത്രമല്ല കേട്ടോ, മനുഷ്യവർഗം എന്റെ ഈ കരുണയിലേക്ക് തിരിയാത്തിടത്തോളം കാലം ഒരിക്കലും രക്ഷപ്പെടില്ല. ഒറ്റ വഴിയുള്ളൂ, ഏകരക്ഷകനാകുന്ന യേശു ക്രിസ്തു ഈ കുരിശിൽ പൂർത്തീകരിച്ച എല്ലാം പൂർത്തിയാക്കിയ ഈ ബലി സ്വന്തമാക്കേണ്ട പോലെ സ്വന്തമാക്കിയെടുക്കാതെ മനുഷ്യവർഗത്തിന് രക്ഷപ്പെടാൻ പറ്റില്ല. ഈ സത്യം ക്രിസ്ത്യാനി ശരിക്കും മനസ്സിലാക്കണം. ഈ സത്യം ക്രിസ്ത്യാനി പ്രഘോഷിക്കണം. കത്തോലിക്ക സഭയെ സ്വർഗം ഭരമേൽപ്പിച്ച യേശു ക്രിസ്തു ഭരമേൽപ്പിച്ച ഒറ്റ ദൗത്യമുള്ളൂ, ഈ സുവിശേഷം ലോകം മുഴുവനും പ്രഘോഷിക്കണം. സഭ ചെയ്യാൻ പറഞ്ഞ കാര്യം ചെയ്തോ? ചെയ്യാത്തതിന്റെ കടങ്ങളുണ്ട് സഭയുടെ മേൽ. ഇതൊക്കെ നമ്മൾ ശരിക്കും മനസ്സിലാക്കി ചിന്തിക്കണം, ധ്യാനിക്കണം, പ്രാർത്ഥിക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, നമുക്ക് വലിയ പ്രാർത്ഥനയോടുകൂടി ഈ കടങ്ങളുടെ പൊറുതിക്കായി എന്നുള്ള ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. ഇന്ന് നമ്മുടെ കുടുംബത്തെ ഓരോ പ്രശ്നത്തിന്റെ കാരണം കടങ്ങളുടെ കുന്നുകൂടി കിടക്കുന്ന അവസ്ഥയാണ്. ഇതിന് പൊറുതിയുണ്ട്, കടങ്ങൾ വീട്ടുന്ന കർത്താവിന്റെ രക്ഷാകര പ്രവൃത്തിയുണ്ട്. അത് ശരിക്കും മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഇനിയുള്ള ദിവസങ്ങൾ ഓരോ മേഖലകൾ എടുത്ത് നമ്മുടെ കർത്താവിന്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇനി നിങ്ങൾ ഈ ശുശ്രൂഷയോടെ കടന്നു പോകുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ, വ്യക്തി ജീവിതത്തിൽ
ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാത്തതിന്റെ, ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്തതിന്റെ കടങ്ങൾ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് എത്രയും പെട്ടെന്ന് പോയി കുമ്പസാരിച്ചേക്കണം. അതിനുശേഷം വിശുദ്ധ കുർബാന ഈ കടങ്ങളുടെ പൊറുതിക്കായി, പാപങ്ങളുടെ മോചനത്തിനായിട്ട് നിയോഗം വെച്ചർപ്പിക്കും. എന്നിട്ട് ഈശോ ഈ 5 കാര്യങ്ങൾ സ്വീകരിക്കുക. പാപത്തെ, ശാപത്തെ, മരണത്തെ, കടങ്ങളെ, സാത്താനെ പരാജയപ്പെടുത്തിയ, എല്ലാം പൂർത്തിയാക്കിയ കർത്താവിന്റെ ഈ 5 കാര്യങ്ങൾ നീ നിനക്ക് വേണ്ടി, നിന്റെ കുടുംബത്തിന് വേണ്ടി നീ സ്വന്തമാക്കുക. കരുണക്കൊന്ത ചൊല്ലിയൊക്കെ പ്രാർത്ഥിക്കുക. വലിയ വിടുതലിലേക്കാണ് മക്കളെ കർത്താവ് ഈ ശുശ്രൂഷയിലൂടെ നമ്മയും നമ്മുടെ കുടുംബത്തെയും തലമുറയെയും അതോടൊപ്പം തന്നെ സഭയെയും ലോകം മുഴുവനെയും അനയിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിനുവേണ്ടിയാണ് ഈ മഹനീയമായ ശുശ്രൂഷ കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നത്. ഈ സത്യസുവിശേഷം ഇതാണ് മക്കളെ സുവിശേഷം. വേറൊന്നുമില്ല. രോഗശാന്തിയില്ല, കാര്യസാധ്യതയില്ല, വിദേശത്ത് പോക്കല്ല, കല്യാണം നടക്കലില്ല. ഈ സത്യമായ സുവിശേഷം, രക്ഷാകരമായ സുവിശേഷം സ്വന്തമാക്കി ലോകത്തിന് കൊടുത്ത് അത് സ്വീകരിച്ച് ജീവിച്ചാൽ ഇതെല്ലാം നടക്കും. ഈ ലോകത്തിന്റെ ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടിയല്ല സുവിശേഷം പ്രഘോഷിക്കണത്. ഈ സത്യമായ രക്ഷാകര രഹസ്യങ്ങൾ പൂർത്തീകരിക്കപ്പെടാനും സ്വീകരിക്കപ്പെടാനും വേണ്ടിയാണ് സുവിശേഷം പ്രഘോഷിക്കപ്പെടേണ്ടത്. അതൊക്കെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മൾ ഒത്തിരി അനുഗ്രഹിക്കുകയാണ്. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, അങ്ങനെ രക്ഷാകരമായ ദിവ്യരഹസ്യങ്ങൾ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നുകൊണ്ട് കടങ്ങളുടെ പൊറുതിക്കായി എന്നുള്ള ശുശ്രൂഷ അങ്ങ് ഞങ്ങൾക്ക് നൽകുമ്പോൾ അതിന്റെ അർത്ഥം മനസ്സിലാക്കി, ആ രഹസ്യം മനസ്സിലാക്കി ഇതിൽ പങ്കുചേരുവാൻ അങ്ങയുടെ എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ വലിയ കൃപയും സമാധാനവും പാപത്തെ, ശാപത്തെ, മരണത്തെ, കടങ്ങളെ വീട്ടിക്കൊണ്ടും സാത്താന്റെ ആധിപത്യങ്ങളെ, അധികാരങ്ങൾ അവസാനിപ്പിച്ച രക്ഷാകര പ്രവൃത്തികൾ സ്വന്തമാക്കിക്കൊണ്ടും അങ്ങയുടെ മക്കൾ വിടുതൽ പ്രാപിക്കട്ടെ, സൗഖ്യം പ്രാപിക്കട്ടെ, തടസ്സങ്ങൾ മാറട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ, സാത്താന്റെ ആധിപത്യങ്ങൾ അവസാനിക്കട്ടെ, അവന് ലഭിച്ച അധികാരങ്ങൾ അവസാനിക്കട്ടെ. വലിയ വിടുതൽ, വലിയ സ്വാതന്ത്ര്യം കർത്താവെ ഈ കടങ്ങളുടെ പൊറുതിക്ക്, പാപത്തിന് മോചനത്തിന് കാരണമാകുമ്പോൾ ബലിയുടെ യോഗ്യതയാൽ ഞങ്ങളിലും ഞങ്ങളുടെ മക്കളിലും ഞങ്ങളുടെ കുടുംബത്തിലും വീട്ടിലും മണ്ണിലും ജോലിയിലും ബിസിനസ്സിലും പഠനത്തിലും കുടുംബജീവിതത്തിലും പൗരോഹിത്യത്തിലും ശുശ്രൂഷകളിലും നിറയപ്പെടുവാൻ ഇടയാകട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പ്രിയപ്പെട്ട മക്കളെ, ഈ ശുശ്രൂഷ നിങ്ങൾ മാക്സിമം എത്തിക്കാവുന്നിടത്ത് എത്തിക്കുക. അതിനുശേഷം നമ്മൾ അനേക മക്കളെ കൂട്ടിച്ചേർത്തുകൊണ്ട് നമ്മൾ ഇനി ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കും. അതുകൊണ്ട് ഇനി എല്ലാ വെള്ളിയാഴ്ചയും ഈ കടങ്ങളുടെ പൊറുതിക്കായ എന്നുള്ള ശുശ്രൂഷ നമ്മൾ ആരംഭിക്കുകയാണ്. അതിനുശേഷം നമ്മൾ ഓരോ ശുശ്രൂഷയ്ക്കും ആരാധനയിൽ നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കും. അതുകൊണ്ട് ഈ വലിയ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് ഈ കടങ്ങളുടെ പൊറുതിക്കായ എന്നുള്ള ശുശ്രൂഷയിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. അനേക ആയിരങ്ങൾ ചേർത്ത് പിടിക്കാം, നമുക്ക് കൂട്ടിച്ചേർക്കാം. അങ്ങനെ യഥാർത്ഥമായ രക്ഷ കൈവരിക്കുവാൻ നമുക്ക് എല്ലാവർക്കും ഇടയാകട്ടെ. യേശുനാമത്തിൽ പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പ്രൈസ് ദി ലോർഡ്.